ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രവേശന വേദിയിൽ സന്ദീപ് വാര്യർ വന്നപ്പോൾ അവിടെയും കുറേ നാടകീയത നിറഞ്ഞു നിന്നു തന്നെ പറയാം. കാരണം ഈ ടി വി ചർച്ചകളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്ദീപ് വാര്യരെ കണ്ടിട്ടുള്ളത്. BJPക്ക് വേണ്ടി ഘോരഘോരമായി പ്രസംഗിക്കുന്ന, നിരവധി വാദമുഖങ്ങൾ നിരത്തുന്ന, ഫാക്റ്റുകൾ വെച്ച് സംസാരിക്കുന്ന ഒരു അതെ ഒരു ഡിബേറ്റർ ആണെന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തെ എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ആ ടി വി ചർച്ചകളിൽ ഏറ്റുമുട്ടിയ കോൺഗ്രസ് നേതാക്കൾ സന്ദീപിനെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നാണ് വേദിയിലേക്ക് ക്ഷണിച്ചത്. കാവിഷാൾ മാറ്റി ത്രിവർണ ഷാൾ അണിഞ്ഞ സന്ദീപ് വാര്യർ കെട്ടിലും മട്ടിലും ഇപ്പോൾ കോൺഗ്രസുകാരനായി മാറി. രാവിലെ 11 മണിയോടെ പാലക്കാട്ടെ UDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിർണായക രാഷ്ട്രീയ നീക്കത്തിന് വേദിയൊരുങ്ങി. അവിടേക്ക് AICC ജനറൽ സെക്രട്ടറിയും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അപ്രതീക്ഷിത വരവ്. അപ്പോഴേക്കും സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന വാർത്തകളും പുറത്തുവന്നു. BJPയുടെ വർഗീയതയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. ശബരിമല പോലും സംഘർഷഭൂമിയാക്കി മാറ്റാൻ സംഘപരിവാർ ശ്രമിച്ചു. ഇതിന്റെ ഇടയിൽ എത്രയോ വർഷക്കാലത്തെ, നൂറുകണക്കിന് വർഷക്കാലത്തെ ഈ സമയം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് പുറത്ത് സന്ദീപ് വാര്യരുടെ വരവ്. ഇടം വലം നിന്നതാകട്ടെ TV ചർച്ചകളിൽ സന്ദീപുമായി ഏറ്റുമുട്ടിയ ജ്യോതികുമാർ ചാമക്കാലയും ബിന്ദു കൃഷ്ണയും ഉൾപ്പെടെയുള്ളവർ. VD സതീശന്റെ വാർത്താ സമ്മേളനത്തിനിടെ വേദിയിലെത്തിയ സന്ദീപിനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച നേതാക്കൾ. ത്രിവർണ ഷോൾ അണിയിച്ച് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും. സൗഹൃദം പങ്കിട്ട് നേതാക്കൾ. വാക്കിലും നോക്കിലും കോൺഗ്രസായി സന്ദീപ് വാര്യർ. സംഘപരിവാർ ആശയങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ അംഗത്വം നേടിയിട്ടുള്ളത്. എങ്ങനെയാണ് കോൺഗ്രസ് നിന്നുകൊണ്ട് സംഘപരിവാർ ആശയത്തിനെ പിന്തുണയ്ക്കാൻ സാധിക്കുക? അത് പരിപൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരനായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ രംഗാണ് ഇപ്പോൾ. ഞാനിപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് വിട്ട് ഇടതുപാളയത്തിലെത്തിയ ഡോക്ടർ P. സരിൻ, BJP വിട്ട് കോൺഗ്രസായ സന്ദീപ് വാര്യർ. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ കേരളം നാടകീയതകൾ കൊണ്ടും സമ്പന്നം. ന്യൂസ് ഡെസ്ക് 24. നേരത്തെ നിഖിൽ പറഞ്ഞതുപോലെ സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിന്റെ വാരിയറാണ്. അങ്ങനെയായി മാറിയിട്ടുണ്ട് അല്ലേ? അതെ, ഇത്രയും നാളും BJP കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത് സരിനെയാണ്, സരിൻ പാർട്ടി മാറിയതിനെയാണ്. ഇനിയിപ്പോൾ എന്ത് നാണയം ഉപയോഗിച്ചായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. അതെ, ഇതെല്ലാം കാണുന്ന ഈ രാഷ്ട്രീയത്തിൽ ആ രീതിയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകാൻ നിൽക്കുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങൾ ഇങ്ങനെ അന്തം വിടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ രാഷ്ട്രീയത്തിൽ? അപ്പോൾ ഇങ്ങനെയും ഉണ്ടാകും രാഷ്ട്രീയത്തിൽ നിന്ന് പാലക്കാട് തെളിയിക്കുന്നുണ്ട്. ഓരോ ദിവസവുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇലക്ഷന്. ഇനി ആരെങ്കിലും പാളയം വിട്ട് മറുപാളയം പിടിക്കുമോ? നമുക്കറിഞ്ഞൂടാ, കാത്തിരുന്ന് കാണാം.